السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أو كما قال رسول الله صلى الله عليه وسلم: يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. واعلموا أمة سيدنا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്നതും കേൾക്കുന്നതുമെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്നും ഖബൂലാക്കട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ പാപങ്ങളും അവൻ പുറത്ത് മാപ്പാക്കി തരട്ടെ. ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും പെടുത്തി അവൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ മുൽക്കിന്റെ ആശയ പഠനം അഥവാ തഫ്സീർ, വ്യാഖ്യാന പഠനമാണല്ലോ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാം പറഞ്ഞെത്തിയത് നാം ചെയ്യുന്ന തിന്മകൾ അതെത്ര രഹസ്യമായതാണെങ്കിലും പരസ്യമായതാണെങ്കിലും എല്ലാം അല്ലാഹു തആല അറിയും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു രഹസ്യം അല്ലെങ്കിൽ ഒരു പരസ്യം എന്നില്ല. കാരണം നമ്മുടെ എല്ലാ രഹസ്യവും അല്ലാഹു തആലാക്ക് പരസ്യമാണ്. അതുകൊണ്ട് തന്നെ നാം തെറ്റുകൾ ചെയ്യുമ്പോൾ വളരെ കൃത്യമായി സൂക്ഷിക്കണം. നാളെ ആഖിറത്തിലെത്തുമ്പോൾ അതിനൊക്കെ അള്ളാഹുവിനോട് നാം സമാധാനം പറയേണ്ടി വരും എന്നൊക്കെ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു. എന്നാൽ തെറ്റ് ചെയ്തവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നിന്ന് തന്നെ ശിക്ഷിച്ചേക്കാം. അതിനും അല്ലാഹു തആലാക്ക് കഴിവുണ്ട്. മുമ്പ് പല സമുദായത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ശിക്ഷിച്ചിട്ടും ഉണ്ട്. തെറ്റ് ചെയ്യുന്നവരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ അല്ലാഹുവിനെ ഭയക്കണം. ദുനിയാവിൽ നിന്ന് തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പേരിൽ ശിക്ഷിച്ചേക്കാം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്: അഅമിൻതും മൻ ഫിസ്സമാ. അല്ലാഹുവിൻ്റെ അധികാരത്തെയും കഴിവിനെയും നിങ്ങൾക്ക് പേടി തീർന്നോ?
അള്ളാഹുവിൻ്റെ അധികാരം എത്ര വലിയതാണ്, അള്ളാഹുവിൻ്റെ കഴിവ് എത്ര അപാരമാണ്. ആ കഴിവിനെ നിങ്ങൾക്ക് ഭയം തീർന്നോ? നിങ്ങൾക്ക് പേടിയില്ലയോ? നിങ്ങളെ ഭൂമിക്കടിയിലേക്ക് ആഴ്ത്തിക്കളയും എന്നതിന് നിങ്ങൾക്ക് ഭയമില്ലയോ? നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ദുനിയാവിൽ നിന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പേരിൽ ഭൂമിക്കടിയിലേക്ക് താഴ്ത്തിക്കളയും, ആഴ്ത്തിക്കളയും. അങ്ങനെ നിങ്ങളെ നശിപ്പിക്കും എന്നത് നിങ്ങൾക്ക് പേടിയില്ലയോ? അങ്ങനെ നിങ്ങളെ നശിപ്പിച്ചു കളഞ്ഞാൽ ഫഇദാ ഹിയ തമൂർ, അപ്പോഴതാ നിങ്ങളിങ്ങനെ സഞ്ചരിക്കുകയാണ് ഭൂമിയോടുകൂടെ. നിങ്ങൾ ഭൂമിക്കടിയിലാണ്, നിങ്ങളുടെ മുകളിലാണ് ഭൂമി. ഇങ്ങനെ പല സമുദായത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചിട്ടുണ്ട്. ഖാറൂനിനെ ഭൂമിക്കടിയിലേക്ക് താഴ്ത്തി ആഴ്ത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചില്ലേ? പല സമുദായത്തെയും അവർ ചെയ്ത തെറ്റിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചില്ലേ? ഭൂമിയെ തലക്കീഴ്മേൽ മറിച്ചുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ നൽകിയിട്ടുണ്ട്. ആകാശത്തിൽ നിന്നും കൽമഴകളെ കൊണ്ടും അല്ലെങ്കിൽ കൽക്കാറ്റുകളെ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പല സമൂഹത്തെയും നശിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കാൻ, ഇത്തരത്തിൽ നിങ്ങളെ നശിപ്പിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിവുണ്ട്. അതിനൊന്നും നിങ്ങൾക്ക് ഭയമില്ലയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, തെറ്റു ചെയ്തവരെയൊക്കെ ശിക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിവുണ്ട്. അങ്ങനെ പല സമുദായത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വീണ്ടും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിയോടുകൂടെ കാര്യങ്ങൾ സമർത്ഥിക്കുകയാണ്. أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير أم أمنتم من في السماء അല്ലാഹുവിനെ നിങ്ങൾക്ക് ഭയമില്ലയോ? മൻ ഫിസ്സമാ, ആകാശത്തിലുള്ള മലക്കുകളെ നിങ്ങൾക്ക് ഭയമില്ലയോ? ആകാശത്തിലുള്ള മലക്കുകൾ, ആ മലക്കുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുമ്പോൾ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുന്നത്. അയ്യുസില അലൈക്കും ഹാസിബാ, ചരൽ കല്ലുകളുടെ മഴ നിങ്ങളുടെ മേൽ വർഷിപ്പിക്കും എന്നത് നിങ്ങൾക്ക് പേടിയില്ലയോ? നിങ്ങളെങ്ങാനും തെറ്റു ചെയ്താൽ ആ തെറ്റുകളുടെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചരൽ കല്ലുകളെ കൊണ്ടുള്ള മഴയോ കാറ്റോ വർഷിപ്പിച്ചുകൊണ്ടും നിങ്ങളെ നശിപ്പിക്കും എന്നതിന് നിങ്ങൾക്ക് പേടിയില്ലയോ? ഫസതഅലമൂൻ, പിന്നീട് നിങ്ങൾ അറിയുന്നതാണ്. കൈഫ നദീർ, എങ്ങനെയുണ്ട് എൻ്റെ മുന്നറിയിപ്പ്? എങ്ങനെയുണ്ട് എൻ്റെ മുന്നറിയിപ്പ്? ഞാനിങ്ങനെ നിങ്ങളോട് മുന്നറിയിപ്പൊക്കെ നൽകിയപ്പോൾ അതിനൊക്കെ നിങ്ങൾ നിഷേധിച്ചു. പക്ഷേ നിങ്ങൾക്ക് എൻ്റെ അദാബങ്ങ് വരുമ്പോൾ, ആ അദാബങ്ങ് നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയുണ്ട് എൻ്റെ മുന്നറിയിപ്പ്. അതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിവുണ്ട്. നാം ചെയ്ത തെറ്റുകളുടെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇത്തരത്തിലുള്ള ശിക്ഷകളൊക്കെ നൽകാൻ കഴിവുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം തെറ്റുകൾ ചെയ്യുമ്പോൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. കാരണം മുമ്പുള്ള പല സമുദായവും അവരിലേക്ക് അയക്കപ്പെട്ട മുർസലീങ്ങളെ കളവാക്കി തെറ്റു ചെയ്തപ്പോൾ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചിട്ടുണ്ട്. ദുനിയാവിൽ നിന്ന് തന്നെ അവർ ചെയ്ത തെറ്റിന്റെ പേരിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ നൽകിയിട്ടുണ്ട്. വീണ്ടും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക മുശ്രിക്കുകളെ ദീനിലേക്ക്, ഇസ്ലാമിലേക്ക്, സത്യപന്ഥാവിലേക്ക് ഇങ്ങനെ ക്ഷണിച്ചപ്പോൾ അവർ നബിയെ കളവാക്കി. അപ്പോൾ നബിയെ, അങ്ങക്ക് വലിയ വിഷമമൊന്നും സഹിക്കണ്ട, അങ്ങ് വിഷമിക്കേണ്ട നബിയെ, അങ്ങ് പ്രയാസപ്പെടേണ്ട നബിയെ. വലഖദ് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം ഫകൈഫ കാന നകീർ. വലഖദ് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, തീർച്ചയായും മക്കത്തെ കാഫിരീങ്ങൾക്ക് മുമ്പുള്ള സമുദായം, അവരിലേക്ക് അയക്കപ്പെട്ട നബിമാരെ, ദൂതന്മാരെ, മുർസലീങ്ങളെ അവർ കളവാക്കിയിട്ടുണ്ട്. അങ്ങനെ കളവാക്കിയപ്പോൾ അവരെ വെറുതെ വിട്ടു അല്ലാഹു? ഇല്ല, അവരൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ വിട്ടില്ല. ഫകൈഫ കാന നകീർ, അവരെ ഞാൻ നശിപ്പിച്ച സന്ദർഭത്തിൽ അവരോടുള്ള എൻ്റെ എതിർപ്പ്, എൻ്റെ ഇൻകാർ, എൻ്റെ എതിർപ്പ് എങ്ങനെയുണ്ട്? അത് അവർക്ക് കറക്റ്റ് മനസ്സിലായി.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരുന്നു, നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങളെ ഞാൻ നശിപ്പിക്കുമെന്ന്, നിങ്ങളെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവരതിനൊന്നും അംഗീകരിച്ചില്ല, അവർ അതൊന്നും ചെവികൊണ്ടില്ല. പക്ഷെ അവർക്ക് അദാബ് അങ്ങ് വന്നപ്പോൾ അവർക്ക് വളരെ കൃത്യമായി അത് ഹഖാണ് എന്നവർക്ക് മനസ്സിലായി. അള്ളാഹുവിൻ്റെ വലിയ അദാബ്, അളീമൻ ശദീദൻ അലീമ, വലിയ വേദനാജനകമായ ശിക്ഷ അവർക്കങ്ങ് നൽകിയപ്പോൾ, അവർക്കങ്ങ് ലഭിച്ചപ്പോൾ അവർക്കങ്ങ് മനസ്സിലായി. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാറ്റിനും കഴിവുണ്ട്. അവൻ്റെ ഖുദ്റത്തിനെ തന്നെയാണ് തൊട്ടടുത്തുള്ള ആയത്തിലും പറയുന്നത്. അവലം യറൗ ഇലത്തൈരി ഫൗഖഹും സാഫാത്തിൻ വയഖ്ബിൽ മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ ഇന്നഹു ബികുല്ലി ശൈഇൻ ബസീർ. അല്ലാഹു തആല പറയുന്നു, അവലം യറൗ ഇലത്തൈരി ഫൗഖഹും, അന്തരീക്ഷത്തിൽ അവരുടെ മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന പറവകളെ അവർ കാണുന്നില്ലേ? അവലം യറൗ യൻദുറു, അവർ കാണുന്നില്ലേ? അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന പറവകൾ എത്ര അത്ഭുതമാണ്! അല്ലാഹു തആലയുടെ ഖുദ്റത്തിന്റെ മേൽ അറിയിക്കുന്ന വലിയ കാര്യമാണ്. പറവകൾ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ പറക്കുകയാണ്. സാഫാത്തിൻ വയഖ്ബിലുൻ, സാഫാത്ത് ബാസിതാത്തിൻ അജ്നിഹത്തുൻ, അവയുടെ ചിറകുകൾ അതാ വിടർത്തിയ നിലയിൽ. വയഖ്ബിൽന, ആ പക്ഷികൾ അവയുടെ ചിറകുകൾ കൂട്ടുകയും ചെയ്ത സ്ഥിതിയിൽ എന്ന് പറഞ്ഞാൽ അജ്നിഹതുഹുന്ന ബഅദൽ ബസ്തി ഐ ഖാബിലാത്തിൻ, അന്തരീക്ഷത്തിലൂടെ പറവകൾ ഇങ്ങനെ പറക്കുമ്പോൾ ആ പറവകളുടെ ചിറകുകൾ വിടർത്തിയും കൂട്ടിയും ഇങ്ങനെ പറക്കുകയാണ്. അല്ലാഹു തആലയുടെ വലിയ കഴിവിന്റെ മേൽ അറിയിക്കുന്ന കാര്യമാണല്ലോ. ഈ പറവകൾ അന്തരീക്ഷത്തിലൂടെ പറക്കുമ്പോൾ നിലത്ത് വീഴുന്നില്ല. മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ, ആ പറവകൾ ഭൂമിയിൽ വീഴുന്നതിനെ തൊട്ട് രക്ഷിക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. ഇന്നഹു ബികുല്ലി ശൈഇൻ ബസീർ, എല്ലാം വ്യക്തമായി അറിയുന്നവൻ, എല്ലാം കണ്ടറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അല്ലാഹു തആലയുടെ വലിയ കഴിവിന്റെ മേൽ അറിയിക്കുന്ന കാര്യമാണിത്. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആ തെറ്റിലുള്ള പേരിൽ അല്ലാഹു തആലാക്ക് ശിക്ഷിക്കാൻ എന്ത് കഴിവുകേടാണുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് എല്ലാറ്റിനും കഴിവുണ്ട്. പറവകൾ അവയുടെ ചിറകുകൾ വിടർത്തിയും കൂട്ടിയും പറക്കുന്ന അവ നിലത്ത് വീഴുന്നില്ല. ഇത് അള്ളാഹുവിൻ്റെ അപാരമായ കഴിവാണ്. ഇത് നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ഇത് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ കഴിവുള്ള അള്ളാഹുവിന് പല മുമ്പുള്ള സമുദായത്തെയും അവർ ചെയ്ത തെറ്റിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിച്ചപ്പോൾ അവരെ കൽമഴകളെ കൊണ്ട് കൽമഴ വർഷിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൽക്കാറ്റുകളെ കൊണ്ട് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചപ്പോൾ ഇത്തരത്തിലുള്ള പല ശിക്ഷകളും നൽകിക്കൊണ്ട് തെറ്റ് ചെയ്തവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചെങ്കിൽ നിങ്ങളെയും നശിപ്പിക്കാൻ അല്ലാഹു തആലാക്ക് കഴിവില്ലേ? നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, നാം തെറ്റുകൾ ചെയ്യുമ്പോൾ അള്ളാഹുവിനെ ഭയക്കണം. മുമ്പുള്ള പല സമുദായവും അവർ തെറ്റു ചെയ്തതിൻ്റെ പേരിൽ ദുനിയാവിൽ നിന്ന് തന്നെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ശിക്ഷ നൽകിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് അല്ലാഹു തആല ദുനിയാവിൽ നിന്നും അദാബ് ശിക്ഷ നൽകാത്തതിനുള്ള കാരണം അത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടാണ്, അത് അള്ളാഹുവിൻ്റെ ലുത്ഫ് കൊണ്ടാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല നാം ചെയ്യുന്ന തെറ്റുകൾക്ക് ദുനിയാവിൽ നിന്ന് തന്നെ ശിക്ഷ നൽകാത്തത്. പക്ഷേ ആഖിറത്തിലെത്തുമ്പോൾ ചെയ്യുന്ന ഓരോ തെറ്റുകൾക്കും അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരും. ദിവസവും നാം എത്രയെത്ര തെറ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറുതും വലുതും രഹസ്യമായതും പരസ്യമായതുമായ എത്രയോ തെറ്റുകളാണ് ദിനേന നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ചെയ്യുന്ന ആ തെറ്റുകൾക്കെല്ലാം ദുനിയാവിൽ നിന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ നൽകിയിരുന്നുവെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? വലൗ യുആഖിദുല്ലാഹു الناس ബിദുൽമിഹിം, മനുഷ്യൻ അവൻ ചെയ്യുന്ന തെറ്റ് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു ശിക്ഷിക്കുമായിരുന്നുവെങ്കിൽ മാ തറക അലാ ദഹ്രിഹാ മിൻ ദാബ, ഭൂമിക്ക് മുകളിൽ അവൻ ഒരു ജീവിയെയും ബാക്കി വെക്കുമായിരുന്നില്ല. പിന്നെ ഭൂമിക്ക് മുകളിൽ ഒരു ജീവിയും ഉണ്ടാകുമായിരുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് അല്ലാഹു തആല ദുനിയാവിൽ നിന്ന് തന്നെ അതിന് ശിക്ഷ നൽകാത്തത്? വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മാ, എങ്കിലും അവരെ അവൻ ഉദ്ദേശിച്ച ഒരു അവധി എത്തുന്നതുവരെ പിന്തിച്ചിരിക്കുകയാണ്. ആ അവധി എത്തുന്നതിന് മുമ്പ് അവന് തൗബ ചെയ്യാം. അവൻ ചെയ്തു പോയ തെറ്റുകളെല്ലാം അല്ലാഹുവിനോട് പറഞ്ഞുകൊണ്ട് തൗബ ചെയ്യാം, പാശ്ചാത്തപിക്കാം, നല്ല ഒരു മനുഷ്യനായി അവന് മാറാം. പക്ഷേ ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ, എന്നാൽ ആ അവധി എങ്ങാനും അവൻ എത്തിക്കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കണക്കാക്കിയ ആ ഒരു അവധി നമുക്ക് എത്തിക്കഴിഞ്ഞാൽ ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരു ചെറിയ സമയം പോലും പിന്തിക്കുകയോ മുന്തിക്കുകയോ ചെയ്യുകയില്ല. കൃത്യസമയത്തു തന്നെ അവനെ അല്ലാഹു തആല പിടികൂടും. അതിന് മുമ്പ്, ആ ഒരു അവസ്ഥ എത്തുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിനോട് നമുക്ക് തൗബ ചെയ്യാം. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകളും അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഇനി ഞാൻ ആ തെറ്റിൽ അകപ്പെടുകയില്ല, ഇനി ഞാൻ ആ തെറ്റ് ചെയ്യുകയില്ല എന്ന് അള്ളാഹുവിനോട് പറഞ്ഞ്, അള്ളാഹുവേ ഇതെനിക്ക് പൊറുത്തു തരണം റഹ്മാനേ എന്ന് അള്ളാഹുവിനോട് തൗബ ചെയ്യണം. മരണം അത് എല്ലാവരെയും പിടികൂടും. അതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കണക്കാക്കിയിട്ടുണ്ട്. ഇന്ന വർഷം, ഇന്ന മാസം, ഇന്ന ദിവസം, ഇന്ന സെക്കൻഡിൽ ഇവന്റെ റൂഹ് പിടിക്കണമെന്ന് അല്ലാഹു തആല എന്നോ കണക്കാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം പിന്തിക്കുകയോ മുന്തിക്കുകയോ ചെയ്യുകയില്ല. ആ കറക്റ്റ് സമയത്ത് നമ്മുടെ റൂഹിനെ പിടിക്കും. ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായിൽ വന്നൊരു മനുഷ്യന്റെ റൂഹ് പിടിക്കുമ്പോൾ ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ആ സന്ദർഭത്തിൽ ആ മനുഷ്യനതാ പറയുകയാണ്, റബ്ബേ ഒരു ചെറിയ അവധി വരെ എന്നെ പിന്തിപ്പിച്ചു തന്നിരുന്നുവെങ്കിൽ ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ, എന്നാൽ ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്യുകയും സാലിഹീങ്ങളുടെ കൂട്ടത്തിലാകുകയും ചെയ്യുമായിരുന്നു എന്നപ്പോഴതാ അള്ളാഹുവിനോട് പറയുകയാണ്. പക്ഷേ പിന്തിക്കുമോ? ഇല്ല, ഒരിക്കലും പിന്തിക്കുകയില്ല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയ ആ സമയമുണ്ടല്ലോ, അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മുന്തിക്കുകയോ പിന്തിപ്പിക്കുകയോ ചെയ്യുകയില്ല. ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരു ചെറിയ സമയം പോലും മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുകയില്ല. തെറ്റുകൾ മനുഷ്യ സഹജമായി ഉണ്ടായേക്കാം. പക്ഷേ അതൊക്കെ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മാപ്പപേക്ഷിച്ചാൽ അല്ലാഹു തആല എല്ലാം പുറത്തു തരുന്നതാണ്. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷതൻ ഔ ളലമൂ അൻഫുസഹും ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله والذين ഒരു വിഭാഗം ഇദാ ഫഅലൂ ഫാഹിഷ കസ്സിന, വ്യഭിചാരം പോലോത്ത തെറ്റുകൾ അവനിൽ വന്നാൽ
വ്യഭിചാരം പോലത്തെ തെറ്റുകൾ ചെയ്താൽ പ്രവർത്തിച്ചാൽ ഔ ളലമൂ അൻഫുസഹും അല്ലെങ്കിൽ സ്വന്തത്തോട് തെറ്റു ചെയ്തവർ ചെറിയ പാപങ്ങൾ ചെയ്തവർ ദക്കറുല്ലാഹ് അവർ അല്ലാഹുവിനെ ഓർക്കുകയും ചെയ്തു ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം എന്നിട്ട് അവർ ചെയ്ത തെറ്റുകളെല്ലാം അല്ലാഹുവിനോട് മാപ്പപേക്ഷിക്കുകയും ചെയ്താൽ വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ് തെറ്റുകൾ പൊറുക്കുന്നവൻ അല്ലാഹു അല്ലാതെ വേറെ ആരാണ്? എല്ലാ തെറ്റുകളും അല്ലാഹു തആല പുറത്തു തരും. ആ വിഭാഗത്തിൽ അല്ലാഹു തആല നമ്മെ പെടുത്തട്ടെ. നമ്മുടെ ലക്ഷ്യം ദുനിയാവിൽ അടിച്ചു പൊളിച്ചു ജീവിക്കലല്ല, അള്ളാഹുവിനെ മറന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതമല്ല, തെറ്റുകൾക്ക് യാതൊരു വില പോലും കൽപ്പിക്കാതെയുള്ള ജീവിതമല്ല. ആഖിറം രക്ഷപ്പെടലാണ്, അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കലാണ് നമ്മുടെ ലക്ഷ്യം. ആ വിഭാഗത്തിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ തെറ്റുകളും ഗഫൂറായ റഹീമായ അല്ലാഹു തആല പുറത്ത് മാപ്പാക്കി തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ആയത്തുകളുടെ വ്യാഖ്യാനം വരും ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.